+2 എക്സാമുകളിൽ സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് EA ആക്ടിവേഷൻ എനർജി കാൽക്കുലേഷൻ. സോ അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു പ്രോബ്ലം ആണ്. ദ റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഡബിൾസ് വെൻ ദ ടെമ്പറേച്ചർ ഈസ് ഇൻക്രീസ് ഫ്രം 300 കെൽവിൻ ടു 310 കെൽവിൻ. ഒരു റിയാക്ഷന്റെ ടെമ്പറേച്ചർ താപനില 300 കെൽവിനിൽ നിന്നും 310 കെൽവിനായിട്ട് ഉയർത്തുക. അപ്പൊ റേറ്റിന് എന്താ സംഭവിക്കുക? റേറ്റ് ഇരട്ടിയായി എന്നാണ് അവർ പറയുന്നത്. റേറ്റ് ഡബിൾ ചെയ്തു. അങ്ങനെയാണെങ്കിൽ എന്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ആക്ടിവേഷൻ എനർജി ആണ്. സോ 2 ടെമ്പറേച്ചർ തന്നാൽ 2 റേറ്റ് തന്നാൽ ആക്ടിവേഷൻ എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾക്കറിയാം. ഏതാണ് ഇക്വേഷൻ? log K2 ഡിവൈഡഡ് ബൈ K1 is equal to EA divided by 2.303 into R into T2 minus T1 divided by T1 T2. So ഓരോന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്തൊക്കെ കാര്യങ്ങൾ നമുക്കറിയാം? ആദ്യത്തെ റേറ്റ് അറിയാം. ആദ്യത്തെ റേറ്റിനെ നമ്മൾ x എന്ന് എടുക്കുകയാണ്. ആദ്യത്തെ ടെമ്പറേച്ചർ T1 എന്ന് പറയുന്നത് 300 കെൽവിൻ ആണ്. 300 കെൽവിനിൽ നിന്നും ടെമ്പറേച്ചർ 310 ആയിട്ട് 310 ആയിട്ട് ഉയർത്തുകയാണ്. സോ സെക്കൻഡ് ടെമ്പറേച്ചർ T2 ഈസ് 310 കെൽവിൻ. അപ്പോൾ റേറ്റിന് എന്ത് സംഭവിക്കുന്നു? രണ്ടാമത്തെ റേറ്റ് എന്ന് പറയുന്നത് ആദ്യത്തെ റേറ്റിന്റെ ഡബിൾ ആകുന്നു, ഇരട്ടിയാകുന്നു. ആദ്യത്തെ റേറ്റ് എത്രയാ? x ആണ്. അപ്പൊ അതിന്റെ ഇരട്ടി ഡബിൾ എന്താ? 2x. റേറ്റ് 4 ടൈംസ് ആകുന്നു പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്ക് 4x എന്ന് എടുക്കാറുന്നു. റേറ്റ് 6 ടൈംസ് ആകുന്നു പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്ക് 6x എന്ന് എടുക്കാറുന്നു. സോ എത്രയും കാര്യങ്ങൾ കിട്ടി. ആറിന്റെ വാല്യൂ എന്താണ്? R is equal to 8.314 joules per kelvins per mole. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. log K2 by K1 ന് പകരം log K2 by K1 ന് പകരം log 2x by x എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, which is equal to EA activation energy EA divided by 2.303 into R എത്രയാണ്? 8.314 ആണ്. T2 minus T1 ന് പകരം 310 minus 300 divided by 300 into 310 T1 into T2. Okay, log 2x by x ൽ x ഉം നമുക്ക് ക്യാൻസൽ ചെയ്യാം. So it becomes log 2. അത് log 2 ആയിട്ട് മാറുന്നു. log 2 is equal to EA divided by 2.303 into 8.314 into 310 minus 300 എന്ന് പറയുന്നത് 10 ആണ്. ഡിവൈഡഡ് ബൈ 310 into 300. സോ EA കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. EA is equal to log 2 into 2.303 into 8.314 into 300 into 310 divided by 10.